ഫങ്ഷൻസ് എന്ന മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നാണ്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്താണ്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് കോഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ നിയോഗിച്ചിട്ടുള്ള പ്രോഗ്രാം കോഡുകളുടെ കൂട്ടത്തെയാണ്, അതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. അപ്പോൾ ഇവിടെ എവറി ഫങ്ഷൻ ഇൻ C++ ഫങ്ഷൻ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. അങ്ങനെ രണ്ട് ഭാഗം C++ ഫങ്ഷനിൽ രണ്ട് ഭാഗം വരുന്നുണ്ട്. ഫങ്ഷൻ ഹെഡറും ഫങ്ഷൻ ബോഡിയും. ഫങ്ഷൻ ഹെഡർ ആൻഡ് ഫങ്ഷൻ ബോഡി. അപ്പോൾ ഇവിടെ അതിന് ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ? ദ ജനറൽ ഫോർമാറ്റ് ഓഫ് എ ഫങ്ഷൻ. ഒരു ഫങ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. ഡാറ്റ ടൈപ്പ്, ഫങ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് ഇൻറ്റ്, ഫ്ലോട്ട്, കെയർ അങ്ങനെയുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നു. ഫങ്ഷൻ്റെ ഒരു പേര്, പിന്നെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ആ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്നുള്ളത് പുതിയൊരു വേർഡാണ് അല്ലേ? ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് അതെന്താണെന്ന് നോക്കാം. അടുത്ത ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. ഓക്കെ, ഓപ്പണിംഗ് ബ്രേസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, സെമിക്കോളൻ, ക്ലോസിംഗ് ബ്രേസ്. അപ്പോൾ ഇവിടെ ഹെഡർ ആൻഡ് ബോഡി പാർട്ടാണ്. ഹെഡർ എന്ന് പറയുന്നത് എന്താണ്? ദ ഡാറ്റ ടൈപ്പ്, ഫങ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്നുള്ളത് ഹെഡർ. ദെൻ ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് എന്താ? അത് ബോഡി പാർട്ട് അല്ലേ? ഓക്കെ, ദ റിസൾട്ട് ഓഫ് എ ഫങ്ഷൻ ഈസ് കാൾഡ് റിട്ടേൺ വാല്യൂ. ഫങ്ഷൻ മടക്കി നൽകുന്ന ഒരു വാല്യൂ, അതാണ് മൂല്യമാണ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. എ ഫങ്ഷൻ ക്യാൻ ഓൺലി റിട്ടേൺ എ വാല്യൂ. ഒരു ഫങ്ഷന് ഒരു റിട്ടേൺ വാല്യൂ മാത്രമേ സാധ്യമാകൂ. ഒരു ഫങ്ഷന് ഒരു റിട്ടേൺ വാല്യൂ മാത്രമേ സാധ്യമാകൂ. എ ഫങ്ഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് കനോട്ട് ബി എക്സിക്യൂട്ടഡ് ബൈ ഇറ്റ്സെൽഫ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഫങ്ഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ്, അത് ഡിഫൈൻ ചെയ്യുന്നത് കനോട്ട് ബി എക്സിക്യൂട്ടഡ് ബൈ ഇറ്റ്സെൽഫ്. ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യുന്ന ഇറ്റ്സെൽഫ് ആയിട്ട് സ്വയം അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. എ സെറ്റ് ഓഫ് വാല്യൂസ് പാസ് ടു എ ഫങ്ഷൻ ഈസ് കാൾഡ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സെറ്റ് ഓഫ് വാല്യൂസ് പാസ് ചെയ്യണം, ഫങ്ഷനിലേക്ക് വാല്യൂസ് പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതാണ് എ സെറ്റ് ഓഫ് വാല്യൂസ് പാസ്ഡ് ടു എ ഫങ്ഷൻ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വാല്യൂകളാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ബോഡി കണ്ടെയ്ൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ഫങ്ഷൻ. എ ഫങ്ഷൻ ഈസ് ഇൻവോക്ഡ് ബൈ അനദർ ഫങ്ഷൻ സച്ച് ആസ് മെയിൻ ഫങ്ഷൻ. ഒരു ഫങ്ഷൻ മറ്റൊരു ഫങ്ഷനാൽ ഇൻവോക്ക് ചെയ്യപ്പെടുന്നു. അവയെ വേറൊരു മെയിൻ ഫങ്ഷൻ, എല്ലാ പ്രവർത്തനവും ഫങ്ഷൻ്റെ പ്രോഗ്രാമിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങുന്നത് എന്താ? മെയിൻ ഫങ്ഷനിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ആ മെയിൻ ഫങ്ഷൻ ഇൻവോക്ക് ചെയ്തുകൊണ്ട് വേറെ പ്രവർത്തനം വേറെ ഫങ്ഷനിലേക്കൊക്കെ എത്തിക്കുന്നു. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കാളിംഗ് ആൻഡ് കാൾഡ് ഫങ്ഷൻസ് ആർ ഓഫ് 4 ടൈപ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് പലപ്പോഴും ആ കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ കാളിംഗ് ഫങ്ഷൻ, കാൾഡ് ഫങ്ഷൻ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഫങ്ഷനെ 4ആയി തരം തിരിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്, എങ്ങനെയൊക്കെ അതിൽ വരാം. ആർഗ്യുമെൻ്റ് ഉള്ളത്, ആർഗ്യുമെൻ്റ് ഇല്ലാത്തത്, റിട്ടേൺ വാല്യൂ ഉള്ളത്, റിട്ടേൺ വാല്യൂ ഇല്ലാത്തത്. അപ്പോൾ ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ അങ്ങനെ വരികയാണെങ്കിൽ നോക്കി നോക്കൂ, ആർഗ്യുമെൻ്റ് ഇല്ലാത്തതും എന്നാണ് കേട്ടോ. ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻ്റ് ഇവിടെ ഉള്ളതെന്നാണ്, അതൊന്ന് തിരുത്തി വായിക്കണം. ആർഗ്യുമെൻ്റ് ഇല്ലാത്തതും റിട്ടേൺ വാല്യൂ ഇല്ലാത്തതുമായ ഫങ്ഷൻ. അപ്പോൾ ഈ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ അടുത്ത എക്സാമ്പിളിൽ നോക്കി അറിയാം. ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോഴേ ഈ ഫങ്ഷൻ ഇവിടെ സം 3 ആണ്. അപ്പോൾ ഇപ്പുറത്ത് നോക്കൂ, ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി, അതാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ സം 1 എന്നുള്ള പറയുന്ന ഫങ്ഷൻ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ? ബ്രാക്കറ്റ്, 2 ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ? നോ ആർഗ്യുമെൻറ്റ്. ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ റിട്ടേൺ വാല്യൂ എന്ന് പറയുമ്പോഴോ നമ്മളിവിടെ മൂന്നാമത്തെ
എക്സാമ്പിൾ നോക്കൂ. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻറ്റും ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. ഇവിടെ ഒരു റിട്ടേൺ എസ് എന്ന് കാണും അല്ലേ? ഇവിടെ റിട്ടേൺ എസ് ഇല്ല, റിട്ടേൺ എസ് ഇവിടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടെ ആദ്യത്തെ എക്സാമ്പിളിലെ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ആർഗ്യുമെൻറ്റും ഇല്ല, റിട്ടേൺ വാല്യൂ ഇല്ല. അപ്പോൾ ആർഗ്യുമെൻ്റ് ഇല്ലാത്തതും റിട്ടേൺ വാല്യൂ ഇല്ലാത്തതുമായ ഫംഗ്ഷൻ ഒന്ന്. രണ്ടാമത് എക്സാമ്പിൾ പറയുന്നത് ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻ്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻ്റ് ഉണ്ട് ഇവിടെ, ഇൻറ്റ് എ ഇൻറ്റ് ബി എന്നുള്ളത് ആർഗ്യുമെൻറ്റ്സ് ആണ്. ദെൻ നോ റിട്ടേൺ വാല്യൂ, റിട്ടേൺ വാല്യൂ ഇല്ല. ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ, ഫംഗ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റും ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്, അങ്ങനെയുള്ള ഫംഗ്ഷൻ. പിന്നെ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ബട്ട് വിത്ത് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻ്റ് ഇല്ല, പക്ഷേ എന്തുണ്ട്, റിട്ടേൺ എസ് ഉണ്ട്. ഇതാ റിട്ടേൺ എസ് ഉണ്ട്, റിട്ടേൺ വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ 4 തരത്തിലാണ് ഇവയെ ഫങ്ഷൻസ് ഉള്ളത്. ഫങ്ഷനുകൾ 4 വിധത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ അടുത്ത സെക്ഷൻ, ദ return statement returns a value to the calling function and transfers the program control back to the calling function. ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാം കൺട്രോൾ പ്രധാന പ്രോഗ്രാമിലേക്ക് മാറ്റി നൽകുകയും ആ വാല്യൂ തിരിച്ച് നൽകുകയും മടക്കി നൽകുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ അടുത്ത സെക്ഷൻ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് മോഡൽസ് ദ ആക്ച്വൽ ഫംഗ്ഷൻ. യഥാർത്ഥ ഫംഗ്ഷൻ്റെ മാതൃകയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുള്ളത്. അപ്പോൾ ഇറ്റ് സ്പെസിഫൈസ് ദ കമ്പൈലർ ദ ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എ ഫംഗ്ഷൻ യൂസ്. ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റുകളുടെ തരവും ആ എണ്ണവും കമ്പൈലറിന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. ഇതൊക്കെ എവിടെയാണ് യൂസേജ് വരുന്നത്? കമ്പൈലർക്കാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ആർഗ്യുമെൻറ്റുകളുടെ എണ്ണവും തരമൊക്കെ ആ കമ്പൈലറിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്. The values which are passed into a function is called arguments or parameters. നേരത്തെ സൂചിപ്പിച്ച പോലെ ഫംഗ്ഷനിലേക്ക് അങ്ങ് കടത്തിവിടുന്ന വാല്യൂസ് അവയെയാണ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നത് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഈസ് കാൾഡ് ഫോർമൽ പാരാമീറ്റർ ആൻഡ് ദോസ് പ്രസൻറ്റ് ഇൻ ഫംഗ്ഷൻ കാൾ ഈസ് കാൾഡ് ആക്ച്വൽ പാരാമീറ്റർ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഉപയോഗിക്കുന്നത് ഫോർമൽ പാരാമീറ്ററും ഫംഗ്ഷൻ കാളിൽ ഉപയോഗിക്കുന്നത് ആക്ച്വൽ പാരാമീറ്ററുമാണ്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഉപയോഗിക്കുന്നത് ഫോർമൽ പാരാമീറ്ററും ഫംഗ്ഷൻ കാളിൽ ഉപയോഗിക്കുന്നത് ആക്ച്വൽ പാരാമീറ്ററാണ്. അതാണ് ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ ഓപ്പണിംഗ് ബ്രേസ് ഇൻറ്റ് എക്സ് കോമ വൈ വോയിഡ് ഔട്ട്പുട്ട് ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ. ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആർ എക്സ് ആൻഡ് വൈ. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നുള്ളത് എക്സ് ആൻഡ് വൈ ആണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഇപ്പുറത്ത് വോയിഡ് ഔട്ട്പുട്ട് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ദെൻ അത് ഫോർമൽ പാരാമീറ്റേഴ്സ് ഓഫ് എ ആൻഡ് ബി. ദെൻ ഇൻറ്റ് സി, സി ഈക്വൽ ടു എ പ്ലസ് ബി. ദെൻ സി ഔട്ട് സം ഈക്വൽ ടു സി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ഇത് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഉപയോഗിക്കുന്നത് ഫോർമൽ പാരാമീറ്റേഴ്സ്. ദെൻ ഫംഗ്ഷൻ കാളിൽ ഉപയോഗിക്കുന്നത് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ കാളിലാണ്, ഇവിടെ ഫംഗ്ഷൻ കാളിലാണ് ഉപയോഗിക്കുന്നത്, അത് ആക്ച്വൽ പാരാമീറ്റർ. ഇവിടെ ഉപയോഗിക്കുന്നത് ഫോർമൽ പാരാമീറ്റർ. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നത് ഫോർമൽ പാരാമീറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ആക്ച്വൽ ഫോർമൽ പാരാമീറ്ററുകളുടെ എണ്ണവും തരവും ഒരേപോലെ ആയിരിക്കണം. ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് മസ്റ്റ് ബി സെയിം. ഓക്കെ, ദെൻ അടുത്ത ഒരു ഇത് സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. പാസിംഗ് ആർഗ്യുമെൻറ്റ്സ് ടു എ ഫംഗ്ഷൻ. ആർഗ്യുമെൻ്റ് നൽകുന്നത് ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് പാസിംഗ് ആർഗ്യുമെൻറ്റ്സ് ഫംഗ്ഷൻ കാളിംഗ് മെത്തേഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഫംഗ്ഷൻ കാളിംഗ് മെത്തേഡ്സ് 2 വിധത്തിലാണുള്ളത്. കാൾ ബൈ വാല്യൂ മെത്തേഡ്, കാൾ ബൈ റെഫറൻസ് മെത്തേഡ്. കാൾ ബൈ വാല്യൂ മെത്തേഡ് എന്താ നോക്കാം. ദിസ് ഈസ് ദ ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ് പാസിംഗ് മെത്തേഡ് ഇൻ C++. ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ് പാസിംഗ് മെത്തേഡാണ്
In this method, the value contained in the actual argument is passed to the formal argument. That is, a copy of the actual argument is passed to the function. Actual argumentന്റെ ഒരു പകർപ്പ് ഫോർമൽ ആർഗ്യുമെന്റിലേക്ക് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫോർമൽ ആർഗ്യുമെന്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ വരുത്തുന്ന ഒരു മാറ്റവും അത് ആക്ച്വൽ ആർഗ്യുമെന്റിനെ ബാധിക്കുകയില്ല. Any changes made to the formal argument does not reflect or affect actual arguments. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ മാറ്റം ഒരിക്കലും ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കുകയില്ല. ഓക്കെ, കാൾ ബൈ വാല്യൂ മെത്തേഡ്, പാസ് ബൈ വാല്യൂ, കാൾ ബൈ വാല്യൂ ഓർ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ഇത് സ്വാപ്പിംഗ് ടു വാല്യൂസ് യൂസിങ് കാൾ ബൈ വാല്യൂ, കാൾ ബൈ വാല്യൂ വെച്ചിട്ട് സ്വാപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ദെൻ ഇവിടെ void swap int comma in function prototype declaration ആണ് കൊടുത്തിരിക്കുന്നത്. int main function int a equal to 10 b equal to 50 swap a comma b function call by value. call by value മെത്തേഡിലാണ്, call by value മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. the values of a and b are a and b. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഇവിടെ t equal to 10, x equal to 50, then y equal to 10. ഇനി അത് നമുക്ക് എങ്ങനെയാണ് വരുന്നത് ഒന്നും കൂടി നോക്കി നോക്കാം. അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കാം. void swap int x, int y, ഫംഗ്ഷൻ ഡെഫിനിഷൻ int t equal to x, ടിയിലേക്ക് t equal to xൻ്റെ വില, then x equal to y, y equal to t. അപ്പോൾ ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ, അപ്പോൾ എക്സ് ആൻഡ് വൈ എന്നുള്ളതിൻ്റെ വാല്യൂസ് എങ്ങനെ വരുന്നു എന്നുള്ളത് ഇതൊന്ന് ശ്രദ്ധിക്കുക. ടി ഈക്വൽ ടു 10, എക്സ് ഈക്വൽ ടു 50, വൈ ഈക്വൽ ടു 10. ബൈ റെഫറൻസ് മെത്തേഡ് ഒന്ന് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് എ റെഫറൻസ് ഓഫ് ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഈസ് പാസ്ഡ് ടു ദ ഫംഗ്ഷൻ. ഇവിടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു അഡ്രസ്സാണ് ഫംഗ്ഷന് നൽകുന്നത്. ദ ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ് ഷെയർസ് ദ സെയിം മെമ്മറി ലൊക്കേഷൻ. ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഫോർമൽ ആർഗ്യുമെൻറ്റും ഒരേ മെമ്മറി പങ്കിടുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസസിൽ ഹിയർ എനി ചേഞ്ചസ് മെയ്ഡ് ടു ഫോർമൽ ആർഗ്യുമെൻറ്റ് ഇഫക്ട്സ് ഓർ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരേ മെമ്മറി പങ്കിടുമ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ വരുന്ന ഓരോ മാറ്റവും ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ കാണാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ശരിക്കും അപ്പോൾ ഇവിടെ ആ ആർഗ്യുമെൻറ്റിൽ ഓരോ മാറ്റവും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ദ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഈസ് പ്രസീഡഡ് ബൈ ആംപ്രസൻറ്റ് ഓപ്പറേറ്റർ. ഇവിടെ ആംപ്രസൻറ്റ് ചിഹ്നം ഉപയോഗിക്കും. ആംപ്രസൻറ്റ് എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് റെഫറൻസ് എന്നുള്ള റെഫറൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ആംപ്രസൻറ്റ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതേപോലെ സ്വാപ്പിംഗ് ടു വാല്യൂസ് യൂസിങ് പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന നോക്കുക, അവോയ്ഡ് സ്വാപ്പ് ഇൻ്റെ ആംപ്രസൻറ്റ് എക്സ് ഇൻ്റെ ആംപ്രസൻറ്റ് വൈ. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷനാണ്. അപ്പോൾ ആംപ്രസൻറ്റ് എക്സ് ആംപ്രസൻറ്റ് വൈ എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് റെഫറൻസ് ആണ്, പാസ് ബൈ റെഫറൻസ് ആണ്. ഇൻ്റെ എ ഈക്വൽ ടു 10, b equal to 50. The value of a and b before swapping, a then b, swap a b, function called by value. The values of a and b after swapping, a and b reflect ചെയ്യുന്നു. Then void swap into ampersand x into ampersand y. Then നേരത്തെ സൂചിപ്പിച്ച പോലെ into t equal to x, x equal to y, y equal to t. Before swapping, after swapping. t equal to 10, x equal to 50, then y equal to 10. ഓക്കെ, ഇവിടെ രണ്ടും തമ്മിൽ ഇതിൽ ശരിക്കുള്ള വ്യത്യാസം ഒന്നും കൂടി അടുത്ത വേറൊരു ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത് കുറച്ചും കൂടി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം പിന്നീട്. ഇതേപോലെ ഇത് ഡിഫറൻസ് ചോദിക്കാറുണ്ട്, കാൾ ബൈ വാല്യൂവിൻ്റെയും കാൾ ബൈ റെഫറൻസിൻ്റെയും ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിഫറൻസ് എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള അത് ഉൾപ്പെടുത്താം, അത് എഴുതാം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചാൽ തന്നെ മതി. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിനുള്ള ചോദ്യങ്ങളായിട്ടാണ് പലപ്പോഴും കാണാറ്.
ഒപ്പം തന്നെ ചിലപ്പോൾ എക്സാമ്പിൾ എഴുതാനും വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾ പ്രകാരം നമുക്ക് അതും കൂടി മുകളിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയിട്ട് ഈ എക്സാമ്പിൾ കൊടുത്താലും മതി കേട്ടോ. ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. രണ്ട് കോളത്തിലാക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇവിടെ റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് ക്യാൻ ബി എ കോൺസ്റ്റന്റ്. ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വിൽ ബി വേരിയബിൾസ്. ചേഞ്ചസ് മെയ്ഡ് ടു ഫോർമൽ ആർഗ്യുമെന്റ് ഡു നോട്ട് റിഫ്ലക്റ്റ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ആക്ച്വൽ ആർഗ്യുമെന്റിനെ ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ചേഞ്ചസ് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ്സ് ടു റിഫ്ലക്റ്റ് ഇൻ ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. എന്നാൽ ഇത് ആക്ച്വൽ ആർഗ്യുമെന്റ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആക്ച്വൽ ആർഗ്യുമെന്റ് ആൻഡ് ഫോർമൽ ആർഗ്യുമെന്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻ. ഇവിടെയോ ആക്ച്വൽ ആർഗ്യുമെന്റ് ആൻഡ് ഫോർമൽ ആർഗ്യുമെന്റ്സ് ആർ സ്റ്റോർഡ് ഇൻ സെയിം മെമ്മറി ലൊക്കേഷൻ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുള്ളത്. ഓക്കെ, ദെൻ സ്കോപ്പ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്. Scope of a variable is the portion of a program where the variable can be accessed. ഒരു വേരിയബിൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം, അതാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. The variables declared within the body of the function are called local variables and can be used within the block. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതും അതിനുള്ളിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയാവുന്നതുമായ വേരിയബിളുകളെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ പ്രവർത്തിച്ച് തീരുന്നതോടെ അവയുടെ ആ ഒരു ഉപയോഗിക്കാവുന്ന പരിധി അത് അവസാനിക്കുന്നു. The life of a local variables ends with the execution of last instruction of the function. The variables declared outside any function and which are accessible to all functions are called global variables. എല്ലാ ഫംഗ്ഷനുകളുടെയും പുറമെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിളുകളാണ് ഗ്ലോബൽ വേരിയബിൾ. അപ്പോൾ ഇവിടെ ഗ്ലോബൽ ഇറ്റ് ഹാസ് ലൈഫ് ടൈം ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. ആ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ അതിന് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ഇവിടെ കൊടുത്തിട്ടുള്ള വേരിയബിളുകൾ വേണ്ട വിധം പ്രവർത്തിക്കുന്നു. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. Then it has the lifetime throughout the program execution. A function which is declared inside the body of another function is called a local function. മറ്റൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. A function declares outside the function body of any other function is called global function. എല്ലാ ഫംഗ്ഷനുകളുടെയും പുറമെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനുകളാണ് ഗ്ലോബൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ പ്രോഗ്രാമിൽ എവിടെയും ഉപയോഗിക്കാൻ സാധിക്കും. ഗ്ലോബൽ വേരിയബിൾ, ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലെ പ്രോഗ്രാമിൽ എവിടെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ ഫംഗ്ഷനിൽ സാധിക്കും. അപ്പോൾ ഗ്ലോബൽ ഫംഗ്ഷന് പ്രോഗ്രാം മുഴുവനും സാധ്യതയുള്ളപ്പോൾ ലോക്കൽ ഫംഗ്ഷന് അത് ഡിക്ലെയർ ചെയ്യുന്ന ഭാഗത്ത് മാത്രമേയാണ് അതിൻ്റെ സാധ്യത നിലനിൽക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഈ ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ളത്. ഓക്കെ, താങ്ക് യു.